എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു കടലത്തോരനാണ് കേട്ടോ. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കടലത്തോരൻ വയ്ക്കാനായിട്ട് ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കടല ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 250 ഗ്രാം ഉണ്ടാവും ഇത്. ഇന്നലെ രാത്രി തന്നെ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നമ്മൾ സാധാരണ കറി വെക്കുന്ന അത്ര വെള്ളം ചേർക്കണ്ട കേട്ടോ. എന്നാൽ ഇതാ ഈ കടലയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു 6 വിസിൽ വരണം, അതുവരെ വേവിക്കും കേട്ടോ. ഇപ്പോൾ ചില കുക്കറിലൊക്കെ 6 വിസിൽ പോരാന്നുണ്ടാവും. അത് കുക്കറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 6 വിസിലാണ് വെച്ചത്. അപ്പോൾ കടല വെന്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ കുറച്ച് കടുക്, ഇത്രയും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ചെറിയ 2 സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതപ്പം, ദോശ, പുട്ട്, കഞ്ഞി, പഴങ്കഞ്ഞി, ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 4 വലിയ ചുള വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്താണ് കേട്ടോ. ഇതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞാണ്, അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച ചുവ നന്നായിട്ട് മാറണം കേട്ടോ, എങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലതുപോലെ വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടത് വഴന്ന് വരും. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്താൽ മതി കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. എന്നിട്ട് ഇതുപോലൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് നടച്ച് വെക്കുകയാണ്. നമ്മുടെ തക്കാളി ഒന്ന് വാടി വരണം, അത്രേ ഉള്ളൂ. 1 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തുറന്നിട്ട് ഒന്ന് ഇളക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 1.25 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിറയെ 1 ടീസ്പൂൺ മുളക് പൊടി. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പച്ച മണമൊക്കെ നന്നായിട്ട് മാറി വരണം. ഇതപ്പം കടല ഇങ്ങനെ നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട് കേട്ടോ. 6 വിസിലാണ് വരെയാണ് ഞാൻ വെച്ചത് കേട്ടോ. അപ്പം നല്ലതുപോലെ വെന്തു. കടല നന്നായിട്ട് വേവണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേ കണ്ടോ, നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കടല. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച കടല വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കണം.
ഇപ്പോൾ ഒരുപാട് വെള്ളം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം ചേർക്കരുത് കേട്ടോ. ആ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ രസമൊക്കെ വെക്കാനായിട്ട് നല്ലതാണ്. ഒരുപാട് വെള്ളം ബാക്കിയുണ്ട് അങ്ങനെ എടുത്തു വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് ഒരുപാട് വെള്ളം ഇല്ലായിരുന്നു, അപ്പോൾ അത് ഞാൻ മുഴുവനും ചേർത്ത് കൊടുത്തു കേട്ടോ അതിൽ. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഇനി കുറച്ചുപ്പ്, നമ്മുടെ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മതി. ഞാൻ നേരത്തെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ മസാലയിൽ ഉപ്പ് ചേർക്കാത്തത്? കടലയ്ക്ക് ഉപ്പ് ചേർത്തപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഉപ്പ് കൂടുതലാകും എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അപ്പോഴും ഞാൻ മസാലയിൽ ചേർക്കാതിരുന്നത്. മസാല വഴറ്റിയ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് അത്ര ഇല്ല കേട്ടോ, ഒരുപാട് കൂടുതലില്ല. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചുപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. ഇതാ ഇതുപോലെല്ലാം ഒന്ന് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 പിടി തേങ്ങ, അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊരു ഗ്രേവി ഉണ്ടാകണം കേട്ടോ, എങ്കിൽ നന്നായിട്ട് തേങ്ങയ്ക്ക് ഒന്ന് കുഴഞ്ഞതിൽ പിടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പട്ട മറ്റേ ഗ്രാമ്പൂ ഒക്കെ അതൊക്കെ വേണമെങ്കിൽ എടുത്ത് മാറ്റാം കേട്ടോ. ഞാനിതിപ്പോൾ പട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 2 മിനിറ്റ് കൂടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ ഈ തേങ്ങയിലോട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇതാ ഇങ്ങനെയാണ് കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പം ഏകദേശമൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കാൻ പറ്റില്ല. അപ്പോഴെന്താണെന്നറിയാമോ, കടല ഒരുവിധം ഉണങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം അതുകൊണ്ട് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി കുറച്ചൊരു ഗ്രേവിയായിട്ട് വേണ്ട, ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പാകത്തിന് നമ്മളത് ഓഫ് ചെയ്യണം കേട്ടോ സ്റ്റൗവ്. ഇപ്പം ഏകദേശം ആ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണ് കുറച്ചധികം ചേർക്കാം കേട്ടോ. ഇവിടെ എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഗരം മസാല, ശരിക്കും പറഞ്ഞാൽ ഗരം മസാല അല്ല ചേർക്കേണ്ടത്, നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ജീരകത്തിൻ്റെ പൊടി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. വേണ്ട ഇതുപോലെ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ ബെല്ലൈക്കണൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, എങ്കിലേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ കടലത്തോരൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.